വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. KJ മാക്സി MLAയുടെ നേതൃത്വത്തിൽ കൊച്ചി മണ്ഡലത്തിലെ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കേരള നിയമസഭ 3ാം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി കൊച്ചി നിയോജക മണ്ഡലത്തിൽ ലൈബ്രറി പുസ്തകങ്ങളുടെ വിതരണം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജില BV ഉദ്ഘാടനം ചെയ്തു. പരിപാടി എന്ന് പറയുമ്പോൾ അവിടെ അധ്യാപകരുടെ അല്ലാതെ മറ്റാരുടെയാണ് സാന്നിധ്യം, അല്ലെങ്കിൽ ആരാണ് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ഈ പരിപാടികൾ പങ്കെടുക്കുക എന്നുള്ളത് ഒരു അനിവാര്യതയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ച് അറിയാമല്ലോ, 3 മണിക്ക് ഇറങ്ങാൻ നോക്കിയാൽ ഒരു നീണ്ട ക്യൂ ആയിരിക്കും പ്രിൻസിപ്പൽ റൂമിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാവുക. അഡ്മിഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് വന്ന പാരൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു അധ്യാപകനെ ഏൽപ്പിച്ചിട്ടാണ് സാറിനോട് ഒരു 3 മട്ടാഞ്ചേരി ഹാജി മുസ മെമ്മോറിയൽ ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. കൂടുതൽ വ്യക്തത ഈ പദ്ധതിയെ സംബന്ധിച്ച് ലഭിക്കുകയും ചെയ്യും. വായന ഓരോ മനുഷ്യനിലും സൃഷ്ടിക്കുന്ന നവീകരണത്തെ സംബന്ധിച്ചും ആ നവീകരണത്തിലൂടെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നതിനെ സംബന്ധിച്ചുമെല്ലാം എനിക്ക് മുന്നിലിരിക്കുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സമാദരണീയരായ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും മുന്നിൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. KJ മാക്സി MLA മുഖ്യ പ്രഭാഷണം നടത്തി. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം തുടങ്ങിയിട്ട് ഇപ്പോൾ 3 എഡിഷനായി. നിയമസഭാ സ്പീക്കറാണ് ഇത് തുടങ്ങി വെച്ചത്. നിയമസഭയുടെ കമ്മിറ്റിന്ന് ലൈബ്രറി കമ്മിറ്റിയാണ്. ആ ലൈബ്രറി കമ്മിറ്റിയിൽ 9 MLAമാരുണ്ട്. അതിൽ അന്ന് ഞാനും കൂടെ എൻ്റെ അംഗമാണ്. ഞങ്ങൾ പലപ്പോഴും നിയമസഭാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങൾ പോകും, അവിടുത്തെ ലൈബ്രറിയെ പറ്റിയും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്കൊക്കെ ലക്ഷദ്വീപിൽ പോയിരുന്നു. ലക്ഷദ്വീപിൽ പോയപ്പോൾ അവിടുത്തെ ലൈബ്രറി അങ്ങനെ കണ്ടു. അവിടുത്തെ പല പല പുസ്തകങ്ങൾ, നമ്മുടെ ഇവിടുത്തെ പല പുസ്തകങ്ങളുണ്ട്. ലക്ഷദ്വീപിൽ സ്വാഭാവികമായിട്ടും മലയാളം സംസാരിക്കുന്നതായതുകൊണ്ട് മലയാളം പുസ്തകങ്ങളൊക്കെ ധാരാളം ഉണ്ടായി. ഓരോ കാലഘട്ടത്തിലെ പുസ്തകങ്ങൾ. അവരെ ജമ്മു ആൻഡ് കാശ്മീരിൽ പോയിട്ടുണ്ട്. അങ്ങനെ പല പല സ്റ്റേറ്റുകളിലൊക്കെ പോയൊക്കെ മനസ്സിലാക്കി പഠിച്ചു വരുന്ന രീതിയാണ് ഈ ലൈബ്രറി കമ്മിറ്റിക്കുള്ളത്. നമ്മുടെ നിയമസഭാ ലൈബ്രറി ഏതാണ്ട് ഇവിടെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചത് രാജാക്കന്മാരുടെ കാലത്ത് ആരംഭിച്ചതാണ്, തിരുവിതാംകൂറിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. കൊച്ചി നിയോജക മണ്ഡലത്തിലെ 14 സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും 13 ലൈബ്രറികൾക്കും MLA STFൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപയുടെ ലൈബ്രറി പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത്. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S. സന്തോഷ് കുമാർ, MMO VHSS മട്ടാഞ്ചേരി മാനേജർ അബ്ദുൽ സിയാദ്, ഫാത്തിമ ആശുപത്രി ഡയറക്ടർ ഫാദർ സിജു പാലിയത്തറ, കൗൺസിലർമാരായ ഇസ്മുദ്ദീൻ PM, M. ഹബീബുള്ള, CPM കൊച്ചി ഏരിയ സെക്രട്ടറി PS രാജം, PMSC ബാങ്ക് പ്രസിഡന്റ് KP ഷെൽവൻ, സീനിയർ അധ്യാപിക ജാസ്മിൻ, PTA പ്രസിഡന്റ് KB അഷ്റഫ്, CPM ലോക്കൽ സെക്രട്ടറി K. ചനീഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.